കാവ്യശിഖ. പുക്കാസ തൃശൂർ ജില്ലാ നേതൃത്വത്തിൽ നിന്നാണ് അതിൻ്റെ പിറവി. സൗഹൃദവും സാഹോദര്യവും സർഗാത്മകതയുമാണ് കാവ്യശിഖയുടെ ചാലകശക്തി. കാവ്യശിഖയുടെ പ്രതിനിധാനം ലോകവ്യാപകമാണ്. രചനാ ശില്പശാലകളും കാവ്യോത്സവങ്ങളും പുസ്തക പ്രസാധനങ്ങളും സാംസ്കാരിക പ്രതിരോധങ്ങളും മുന്നേറ്റങ്ങളുമായി കാവ്യശിഖ പ്രകാശിക്കുന്നു. 2025 കാവ്യശിഖ സംഗമവും കാവ്യശിഖ പുരസ്കാര സമർപ്പണവും പ്രിയാനന്ദനൻ്റെ ദബാരി കുരുവി സിനിമയുടെ പ്രകാശനവും സംവാദവും ഫെബ്രുവരി 26 ഇന്ന് രാവിലെ 10 മണി മുതൽ കേരള സാഹിത്യ അക്കാദമി ഹാളിൽ ഇവിടെ വെച്ച് അരങ്ങേറുകയാണ്. ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അവർകളാണ് നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പക്ഷേ ഇന്ന് ചില തിരക്കുകളാൽ ടീച്ചർക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല. അതിനാൽ നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം ശ്രീ അശോകൻ ചെരുവിൽ നിർവഹിക്കുന്നതാണ്. കൂടാതെ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. 2024 കാവ്യശിഖ പുരസ്കാരം ശ്രീജ വിധുവിനും കാവ്യപ്രതിഭ പുരസ്കാരം PT സ്വരാജിനുമാണ്. രാധ വെള്ളിലംകുന്ന് വിദ്യാർത്ഥി കവിതാ പുരസ്കാരത്തിന് LP വിഭാഗത്തിൽ ത്രേയ ES, UP വിഭാഗത്തിൽ ആർദ്ര PS, ഹൈസ്കൂൾ വിഭാഗത്തിൽ ആരോമൽ CP എന്നിവരും അർഹരായിട്ടുണ്ട്. സംഗമത്തിൽ വെച്ച് എഴുത്തുകാരി സാറ മാമൻ കളിക്കലിനെ ആദരിക്കുന്നുണ്ട്. കാവ്യശിഖ കവികളുടെ കലാപരിപാടികളും ഇവിടെ അരങ്ങേറുന്നുണ്ട്. എല്ലാ സുഹൃത്തുക്കളെയും സാദരം ക്ഷണിക്കുന്നു. പരിപാടിയിൽ ആദ്യമായി സ്വാഗതം പറയുന്നതിന് കാവ്യശിഖയുടെ പ്രധാന കവികളിൽ ഒരാളായ നെടുന്തൂണായ ഡോക്ടർ അജയ് നാരായണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട കാവ്യശിഖ അംഗങ്ങളെ, ഇവിടെ സന്നിഹിതരായ സുഹൃത്തുക്കളെ, കാവ്യശിഖ വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാഗതം ചൊല്ലുക എന്ന കർത്തവ്യമാണ് എനിക്കുള്ളത്. ആദ്യമായി സ്വാഗതം പറയുന്നത് ഇന്നത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്ന ശിഖയിലെ സുപ്രധാന അംഗവും പുക്കാസ സംസ്ഥാന സെക്രട്ടറിയും പ്രസിദ്ധ സാഹിത്യകാരനും കാട്ടൂർ കടവ് എന്ന നോവലിന് കഴിഞ്ഞ വർഷത്തെ വയലാർ അവാർഡ് ജേതാവുമായ ശ്രീ അശോകൻ ചെരുവിലിനാണ്. ശിഖയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ശിഖവേദിയിലേക്ക് സ്വാഗതം. ശിഖയുടെ നെടും തൂണായി വർത്തിക്കുന്ന ഈ വർഷത്തെ ദേശാഭിമാനി പുരസ്കാരം നേടിയ നമ്മുടെ പ്രിയപ്പെട്ട ഡോക്ടർ റാവുണ്ണി സഹധർമ്മിണി ശ്രീമതി അംബിക, സ്വാഗതം. ഇന്ന് അദ്ദേഹത്തെ ആദരിക്കുവാൻ ആരവം എന്നൊരു കൂട്ടായ്മ വന്നിട്ടുണ്ട്. സ്വാഗതം. പുക്കാസ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്, സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ, പ്രമുഖ കഥാകൃത്തുക്കളായ ശ്രീ സുരേഷ് കുമാർ, ശ്രീ സുധാകരൻ എന്നിവർക്കും സ്വാഗതം. കാവ്യശിഖ പുരസ്കാര ജേതാക്കളായ ശ്രീമതി ഷീജ വിധു, ശ്രീ സ്വരാജ്, സമാധാനം ലഭിച്ച ശ്രീമതി സാറാമാമൻ കളിക്കൽ, രാധ വെള്ളിലംകുന്നിൻ്റെ സ്മരണാർത്ഥമുള്ള കവിതാ മത്സരത്തിൽ ജേതാക്കളായ ശ്രേയ, ആദ്ര, ആരോമൽ എന്നിവർക്കും സ്വാഗതം. ശിഖയ്ക്കായി രാപ്പകലന്യെ പ്രവർത്തിക്കുന്ന അഡ്മിന്മാർക്കും ടീം ലീഡർമാർക്കും കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. പ്രസിഡന്റിൻ്റെ ഭാരവാഹിത്വം ഉള്ള ശ്രീ വർഗീസ് ആൻ്റണി, ടീം അംഗങ്ങളായ ശ്രീമതി ദർശന, രജില ഷിറീൻ, ഗീത ടി, ജൈന ചക്കമാടത്തിൽ, രേഖ സജീവൻ, ശ്രീ സുഭാഷ് പനോളി എന്നിവർക്കും ഇന്നത്തെ പരിപാടിയുടെ ആസൂത്രണത്തിൻ്റെ ടീമിനും സ്വാഗതം. ശിഖയ്ക്ക് വേണ്ടി കാവ്യസംഗീതിക എന്നൊരു സംഗീത വിഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. ഗാനമാധുരിയാൽ ഇന്ന് ഈ വേദി ആഘോഷമാക്കുന്ന സംഗീതികരുടെ ഭാരവാഹികൾക്കും സ്വാഗതം. ഇന്നത്തെ ഹൈലൈറ്റ് ആണ് ദബാരി കുരുവി എന്ന സിനിമയുടെ പ്രദർശനം. സംവിധായകൻ ശ്രീ പ്രിയാനന്ദനുമായി ഒരു സംവാദം ഇതോടൊപ്പം നടക്കുന്നുണ്ട്. ദബാരി കുരുവിയുടെ ടീമിനും
പ്രദർശനമൊരുക്കുവാൻ മുൻകൈയെടുത്ത ചാക്കോടി അന്തിക്കാടിനും ടീമിനും സ്വാഗതം. ഡോക്ടർ സുഭാഷിണിയുടെ കവിതാ സമാഹാരം പടിയിറങ്ങിപ്പോയ വാക്ക്, പുസ്തകപ്രകാശനം ശ്രീമതി റീബ പോളിൻ്റെ മരങ്ങൾ മിണ്ടാൻ തുടങ്ങിയാൽ എന്ന കവിതാ സമാഹാരം കവർ പേജ് പ്രകാശനം നടത്തുന്നത് ശ്രീ അശോകൻ ചരുവിൽ. ഡോക്ടർ സുഭാഷിണി പുസ്തകം ഏറ്റുവാങ്ങുന്ന അഡ്വക്കേറ്റ് ലക്ഷ്മി, പ്രൊഫസർ കൃപ, ശ്രീമതി റീബ പോൾ എന്നിവർക്കും കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. നന്ദി പറയുന്നത് ശ്രീ ജയറാം വാഴൂരാണ്. സ്വാഗതം. പല തിരക്കുകൾക്കിടയിലും ശിഖയുടെ പുരോഗതിക്കായും സാഹിത്യത്തോടുള്ള പ്രതിപത്തി മൂലവും ശിഖ സൗഹൃദങ്ങളെ ചേർത്ത് പിടിക്കുന്നവരുമായ എല്ലാവർക്കും പ്രത്യേകം സ്വാഗതം പറയുന്നതോടൊപ്പം ശിഖ വാർഷികത്തിനായി കൈയഴിച്ചു സഹായിച്ചു കൂടെ നിൽക്കുന്നവർക്കും സ്വാഗതം. ആരെങ്കിലും വിട്ടുപോയെങ്കിൽ ക്ഷമയോടെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് നന്ദി, നമസ്കാരം. അടുത്തതായി അധ്യക്ഷ പ്രസംഗത്തിനായി ക്ഷണിക്കണം. സ്വാഗത കാവ്യത്തിനായി ടീം കാവ്യ സംഗീതികയെ ക്ഷണിക്കുന്നു.